ഹേ ഓൾ. അപ്പോൾ നമ്മോടൊപ്പം ഇന്നുള്ളത് CMC വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ കുട്ടിയാണ്. അപ്പോൾ അഡ്മിഷനൊക്കെ നേടിക്കഴിഞ്ഞ് ബ്രില്യൻറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ വിശേഷങ്ങൾ പങ്കിടാനുണ്ടാവും. അപ്പോൾ ആളുടെ ഒപ്പം ആളുടെ പാരൻസും അതുപോലെ ക്ലാസ് ടീച്ചറും അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ബിജു ജെയിംസ് സാറും ഉണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹായ് മോളെ. ഹായ്, എന്തായിരുന്നു പേര്? എൻ്റെ പേര് നേഹ. നേഹ അപ്പോൾ ഏത് തമിഴ്നാട് സ്വദേശിയാണോ? തമിഴ്നാട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ആ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്ത് അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ പഠിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ഞാൻ ഇങ്ങനത്തെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടിട്ടില്ല. എനിക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ടീച്ചേഴ്സും ഫാക്കൽറ്റീസും കോർഡിനേറ്റേഴ്സും പിന്നെ എൻ്റെ ഹോസ്റ്റലും ഡയറക്ടേഴ്സും എല്ലാം എത്ര ഇഷ്ടപ്പെട്ട്. അതെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ കോഴ്സ് ചൂസ് ചെയ്തു. നമ്മൾക്ക് എന്തായാലും ചെറുപ്പം തൊട്ടുള്ള ഡ്രീമാണോ ഡോക്ടർ? അതെ അതെ അതെ. അപ്പം നമ്മൾ 12th ഒക്കെ എവിടെയാണ് പഠിച്ചിരുന്നത്? തമിഴ്നാട്ടിൽ ബെസ്റ്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ, അവിടെ +1ഉം +2ഉം പഠിച്ചത് അല്ലേ? അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഡ്രീം ഉണ്ടായിരുന്നുണ്ടാവുമായിരിക്കും. അതെ, ഡോക്ടർ ആവുന്ന ഡ്രീമായിരുന്നു എൻ്റെ ആഗ്രഹം. ആണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ബ്രില്യൻറ്റിനെ കുറിച്ച് അറിഞ്ഞതൊക്കെ? ആക്ച്വലി ഞാൻ ഇവിടുത്തെ റിസൾട്ടൊക്കെ കണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ പഠിച്ചവരായിരുന്നു, സീനിയേഴ്സും പിന്നെ മീഡിയ അങ്ങനത്തെ. അപ്പോൾ വന്നപ്പോൾ പറഞ്ഞു സെറ്റ് ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഹോസ്റ്റൽ ഏതായിരുന്നു? ഹോസ്റ്റൽ എനിക്ക് മേരിഗോൾഡ് ആയിരുന്നു. മാരിഗോൾഡ് ആയിരുന്നു അല്ലേ? അപ്പൊ ഏത് ബാച്ചിലാണ് മോള് ജോയിൻ ചെയ്തത്? ഞാൻ Q47 ആയിരുന്നു. Q47 ആയിരുന്നു. ഹോസ്റ്റൽ ലൈഫ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? മേരിഗോൾഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഹോസ്റ്റലായിരുന്നു. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അവിടെ. പിന്നെ റെഫറൻസ് ഫെസിലിറ്റീസും ഒക്കെ എല്ലാ ഫെസിലിറ്റീസ് ആണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും എല്ലാം മോട്ടിവേറ്റിംഗ് ഫ്രണ്ട്സ് ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഹോസ്റ്റൽ. അപ്പൊ ഇവിടുത്തെ ബാച്ചും അതുപോലെ തന്നെ ടീച്ചിങ് ഫെസിലിറ്റീസ് അതുപോലെ ലൈബ്രറി അതൊക്കെ മോൾക്ക് യൂസ്ഫുൾ ആയിരുന്നു? യൂസ്ഫുൾ ആയിരുന്നു. പക്ഷെ ഞാൻ ലൈബ്രറി അത്രയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ലാസ്റ്റ് ബാച്ച് ആയിരുന്നു. ഏറ്റവും Q47 ആണ്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ടൈം കിട്ടിയിട്ടില്ല ലൈബ്രറി ബുക്സ് റെഫർ ചെയ്യാനായിട്ട്. എനിക്ക് ബ്രില്യൻറ്റ് ബുക്സ് മാത്രമായിരുന്നു ഞാൻ യൂസ് ചെയ്തത്. ഓക്കെ. ലേണിംഗ് ആപ്പ് ഒക്കെ മോൾക്ക് യൂസ്ഫുൾ ആയിരുന്നു? യൂസ്ഫുൾ ആയിരുന്നു, വളരെ യൂസ്ഫുൾ ആയിരുന്നു. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അവിടെ സോൾവ് ചെയ്യാൻ, ലെവൽ വൈസ് ആയിട്ട്. ലോ ലെവൽ, പിന്നെ മീഡിയം, പിന്നെ ഹൈ ലെവൽ, അങ്ങനെയൊക്കെ ലെവൽസ് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു സോൾവ് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പഠിച്ചു സക്സസ്ഫുൾ ആയി. എത്ര സ്കോറാണ് കിട്ടിയത് എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ല. നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പൊ എന്തായാലും നല്ല വെൽ ഡീസന്റ് സ്കോർ ആയിരിക്കും. എത്രയായിരുന്നു മോളുടെ സ്കോർ? 674 ആയിരുന്നു. ഓക്കെ. അപ്പോ കുറെ നാളത്തെ ഹാർഡ് വർക്ക് ആയിരുന്നു അല്ലേ? അപ്പൊ അത് അച്ചീവ് ചെയ്തപ്പോ എന്തായിരുന്നു ഫീൽ? വളരെ സന്തോഷമായിരുന്നു. ആൻസർക്ക് ചെക്ക് ചെയ്തപ്പോൾ വളരെ സന്തോഷമായിരുന്നു ഇത്രയും മാർക്ക് കിട്ടിയതിന്. പിന്നെ റാങ്ക് ഒക്കെ വന്ന് നമ്മുടെ സ്കോർ കാർഡൊക്കെ വന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു. പിന്നെ എനിക്ക് അലോട്ട്മെന്റ് കിട്ടിയപ്പോൾ ഇന്ന് സന്തോഷമായിരുന്നു. ഓക്കെ. അപ്പൊ ഇവിടുത്തെ വീക്ക്ലി എക്സാംസിനൊക്കെ ഇതുപോലെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നോ? അല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ഈ സ്കോർ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലോ പിന്നെ അഗെയിൻ ഹൈ അങ്ങനെയായിരുന്നു സ്കോർ. അതെ, സ്റ്റിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് മേക്കപ്പ് ചെയ്തെടുത്ത് ഫൈനൽ റിസൾട്ട് കൊണ്ടുവരാം. അതെ. അപ്പൊ ഇനി എന്തായാലും അഡ്മിഷന് ചേർന്നു അല്ലേ? എവിടെയായിരുന്നു ജോയിൻ ചെയ്തത്? ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ. യെസ്. അപ്പോൾ അവിടെ സക്സസ്ഫുള്ളി ജോയിൻ ചെയ്തു. അപ്പൊ എങ്ങനെയുണ്ട് അവിടുത്തെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ക്യാമ്പസ് വളരെ നല്ല ക്യാമ്പസാണ്, വാസ്റ്റ് ക്യാമ്പസ് ആണ്. പിന്നെ ഞാൻ എൻ്റെ ഡ്രീം കോളേജ് ആയിരുന്നു CMC വെല്ലൂർ. എനിക്ക് കിട്ടി. വളരെ സന്തോഷമുള്ള. അതെ. ഓക്കെ. അപ്പൊ നേഹയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ നേഹയുടെ ഒപ്പം കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ പാരന്റ്സ് നമ്മോടൊപ്പം ഉണ്ട്. ഒരു അനിയനുണ്ട്. അപ്പൊ നമുക്ക് അച്ഛനോട് ആദ്യം എന്തായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്, മോളെ എങ്ങനെയായിരുന്നു ഇതൊക്കെ മേക്കപ്പ് ചെയ്തെടുത്തത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഹായ്. ഹായ് മാഡം. എന്തായിരുന്നു പേര് സാർ? എൻ്റെ പേരാണ് രവികുമാർ. മോളുടെ ഈ ഒരു ജേണി എന്തായാലും ഒരു ലോങ് ജേണി ആയിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു അത്? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം? അത് റിയലി മാം അത് ഒരു ഗ്രേസ് ഓഫ് ഗാഡാണ്. അവൾ ഒത്തിരി കഷ്ടപ്പെട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു. അവിടെ നാട്ടിലൊരു സെൻറ്ററിൽ പോയായിരുന്നു ഫസ്റ്റിൽ. അത്ര ഇതായില്ല, ഹാപ്പി അല്ല. അപ്പം ഞങ്ങൾ ഇതേക്കുറിച്ച് അറിഞ്ഞായിരുന്നു യൂട്യൂബ് വഴിയും. ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഹാർഡ് വർക്കും ഇവിടുത്തെ ചെയർമാൻ, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഒരു ഫാമിലി പോലെ നടക്കുന്ന ഒരു ബ്രില്യൻ്റ് അറ്റ്മോസ്ഫിയർ ഞങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്നു. നെക്സ്റ്റ് ഡേ ഇവിടെ വിളിച്ച് ചോദിച്ചു സാറിൻ്റെ അടുത്ത്. സാർ പറഞ്ഞു പെട്ടെന്ന് വരാൻ പറഞ്ഞു. വന്ന് അഡ്മിഷൻ ഇട്ടു. ഞങ്ങൾക്ക് ഏത് ഒരു എമൗണ്ടും ഇതില്ലാതെ ഫ്രീ ഓഫ് കാസ്റ്റിൽ അഡ്മിഷൻ തന്നു ഇവിടെ. അപ്പോൾ മോൾക്ക് അത്രയും കഴിവുള്ളത് കൊണ്ടാണ്, മോളെ ഒരു ഫ്യൂച്ചർ ഡോക്ടറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ആ ഒരു ചാൻസ് തന്നത്. റിയലി മാം ഇവിടുത്തെ ഹാർഡ് വർക്ക് ടീച്ചേഴ്സാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ടീച്ചേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ഇവിടുത്തെ ഡയറക്ടേഴ്സ്, എസ്പെഷ്യലി നമ്മുടെ ജോർജ് സാറും സ്റ്റീഫൻ സാറും, അവരൊക്കെ നമ്മുടെ ക്ലാസ് ടീച്ചർ ജോമിൻ മെത്തി സാറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടീനെ സ്വന്തം കുട്ടിയുടെ പോലെ തന്നെ നോക്കി നല്ലൊരു റിസൾട്ട് കിട്ടി. ഇപ്പൊ നല്ലൊരു കോളേജിൽ അവളുടെ ഡ്രീം ക്യാമ്പസിൽ തന്നെ അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു മൊമെന്റിൽ എന്താ തോന്നുന്നത്?
അത് എന്ത് പറയുന്നത് ആക്ച്വലി ഒരു വേർഡില്ല മാഡം ഇംഗ്ലീഷ് ആക്ച്വലി. അത്ര ഒരു ഹാപ്പിയാണ് ഞങ്ങൾ. കാരണം അവളുടെ ഡ്രീമുള്ള അച്ചീവ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ ബ്രില്യൻ്റ് ഒരു ബാക്ക് ബോൺ പോലെ നിന്നു, ഇപ്പം നിൽക്കുന്നു. അത് ഇവരുടെ സാറിൻ്റെ കോർഡിനേഷൻ്റെ മോട്ടിവേഷനാണ് വളരെ വളരെ ഇത്. പിന്നെ ഡയറക്ടേഴ്സ് എപ്പോഴെങ്കിലും എപ്പോൾ പോയാലും അവരെ മീറ്റ് ചെയ്യാം നമ്മളിവിടെ ഇവിടെ ബ്രില്യൻ്റിൽ. മറ്റേതിൽ നമ്മൾ സ്കൂളിൽ പ്രിൻസിപ്പലെ കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്ക് ഡയറക്ടർ മീറ്റ് ചെയ്യാം, നമ്മുടെ കോർഡിനേറ്റേഴ്സ് മീറ്റ് ചെയ്യാം, ടീച്ചേഴ്സ് മീറ്റ് ചെയ്യാം. അവർ നന്നായിട്ട് നമുക്ക് കോപ്പറേറ്റ് ചെയ്ത് മോൾ അച്ചീവ് ചെയ്തു. ഹായ് മാം, എന്താ പേര്? എൻ്റെ പേര് ഷെറിൻ. ഓക്കെ, അപ്പോൾ തമിഴ് ബേസ്ഡ് ആയതുകൊണ്ട് ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ മാമിന് എന്താ തോന്നുന്നത്, മോള് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം മോള് ഇങ്ങനെ നല്ലൊരു അച്ചീവ്മെന്റ് കരസ്ഥമാക്കുമ്പോൾ എന്താണ് മാം? വളരെ സന്തോഷമാണ്, പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് സന്തോഷമാണ്. അവൾ ഹാർഡ് വർക്ക് ചെയ്യും, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല സ്പിരിച്വലാണ്. காட் கிரேஸ் அவள் இந்த நிலையில் வந்ததுக்கு கடவுளுக்கு ஒரு கிருபை, அவளுக்கு ஹார்ட் ஒர்க்கு, டீச்சர்ஸுக்கு ஒரு சப்போர்ட்டிவ், எல்லாருக்கும் சப்போர்ட்டிவ்ல ஒரு நல்ல ஒரு காலேஜ் இன்னைக்கு அவளுக்கு கிடைச்சிருக்கு. அது ரொம்ப சந்தோஷம். സ്കൂൾ ടൈമിലൊക്കെ ആള് നന്നായി ആക്റ്റീവായി നന്നായി പഠിക്കുന്ന ടൈമിൽ 10th അവൾ 96% ആണ് സ്കൂളിൽ. 12th സ്കൂൾ സെക്കൻഡാണ് അവൾ, സ്കൂൾ സെക്കൻഡ്. ഹാർഡ് വർക്ക് ചെയ്യും നല്ല. എന്തായാലും ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അവൾക്ക് ആഗ്രഹമുള്ള ഒരു ക്യാമ്പസിൽ കിട്ടിയിരിക്കുകയാണ്. വളരെ സന്തോഷമാണ്. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. അപ്പൊ നേഹയ്ക്ക് ഒരു കുഞ്ഞനിയനും കൂടി ഉണ്ട്. അപ്പൊ ആളുടെ അടുത്തും കൂടി നമുക്ക് ഈ ഒരു ഹാപ്പിനെസ് ഒന്ന് ഷെയർ ചെയ്യാം. ഹായ്, എന്താ പേര്? അർഷിത് എന്താ ചെയ്യുന്നത്? 10th സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു ബിഗ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു അല്ലെ, മോനെ എന്തെങ്കിലും ഡ്രീം ഒക്കെ ഉണ്ടോ? ഡോക്ടർ തന്നെയാണ്. അപ്പൊ ബ്രില്യൻ്റിലേക്ക് വരുന്നുണ്ടോ? ഓഫ് കോഴ്സ്, ഉറപ്പിച്ചല്ലേ, ഒരു സീറ്റ് ഉറപ്പിച്ചു. അപ്പോൾ ചേച്ചിയുടെ ആ ഒരു ഡ്രീം അച്ചീവ്മെന്റിനെ കുറിച്ചിട്ട് മോൻ എന്താ പറയാനുള്ളത്? വെരി ഹാപ്പി. ചെറുപ്പം തൊട്ട് ചേച്ചി പറയാറുണ്ടോ ഡോക്ടർ ആവണം ഡ്രീം പറയാറുണ്ടോ? ഓക്കെ, അപ്പൊ ചേച്ചി അത് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ മോനും അതുപോലെ തന്നെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. അപ്പോൾ മോള് പഠിച്ചിരുന്ന ബാച്ച് Q47 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ക്ലാസ് ടീച്ചറും നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ എന്തായാലും കുറേ വിശേഷങ്ങൾ പറയാനുണ്ടാവും. ഇത്രയും ഒരു മിടുക്കി കുട്ടീനെ കുറിച്ച് എന്തായാലും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ സാറിൻ്റെ അടുത്തും കൂടി നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം. ഹായ് സാർ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റുഡൻറ്റ് ഹയർ ഒരു അച്ചീവ്മെന്റ് നേടി വന്ന് നിൽക്കുമ്പോൾ എന്തായാലും ഹാപ്പിനെസ് ഉണ്ടാവും. സാറിന് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? ശരിക്കും ബാച്ചിൽ വന്ന കാലം മുതൽ നെഹ ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അതാണ് എനിക്ക് നെഹയെക്കുറിച്ച് എപ്പോഴും പറയാനുള്ളത്. ഞാൻ ഇവരോട് പേരൻസിനോടും അത് ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നെഹയ്ക്ക് ആ ഒരു ലക്ഷ്യം മനസ്സിലുണ്ടായിരുന്നു. ആ ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിക്കും ഇവരുടെ സ്വദേശം മാർത്താണ്ഡമാണ്, തമിഴ്നാട് മാർത്താണ്ഡമാണ്. അവിടുന്ന് ബ്രില്യൻ്റ് സ്റ്റഡി സെൻ്ററിനെ കുറിച്ച് കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ മുതൽ, അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കുന്നത്, ഫാദറിൻ്റെയും മദറിൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ട്. നമ്മൾ ക്ലാസ് ടീച്ചേഴ്സ് ആഴ്ചയിലോ 1-2 തവണ പേരൻസിനെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കോപ്പറേറ്റീവായിട്ട് പേരൻസും നമ്മോടൊപ്പം സഹകരിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാറ്, നെഹയുടെ ഫാദർ ഇങ്ങനെ ഓണം ക്രിസ്മസ് വെക്കേഷനൊക്കെ നെഹയെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, സാറ് വെയിറ്റ് ചെയ്ത് എന്നെ കണ്ട്, അതുപോലെ തന്നെ ഡയറക്ടർ ജോസാറിനെ പ്രത്യേകം കാണാനായിട്ട് നിൽക്കും. എല്ലാവരെയും കണ്ട് അതിനുശേഷം കുട്ടിയുടെ വിശേഷങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സാറ് എല്ലാവരുമായിട്ടും, സാറ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ബ്രില്യൻ്റ് ഫാമിലിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ നിന്നു എന്നുള്ളതാണ്. അതാണ് എന്നെ ഏറ്റവും ചിന്തിപ്പിക്കുന്നത്. കാരണം സാറ് അന്ന് മുതൽ കുട്ടി ഇവിടെ ഉള്ള കാലം മുതൽ, അത് മാത്രമല്ല നീറ്റ് റിസൾട്ട് കിട്ടി അതിനുശേഷവും സാറ് കോൺടാക്ട് ചെയ്യാറുണ്ട്, അതുപോലെ കുട്ടി കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇവർ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കാണുമോ, നമ്മൾ കോർഡിനേറ്റേഴ്സ്, ക്ലാസ് ടീച്ചർ എല്ലാവരും ഉണ്ടോ, അതുപോലെ ഇപ്പം ജോസാറുണ്ടോ എന്നൊക്കെ നോക്കി സാറ് എല്ലാവരെയും കണ്ട് കുട്ടിക്ക് കിട്ടിയ സന്തോഷം അവരുമായിട്ടും കൂടെ പങ്കുവെക്കാനുള്ള ഒരു രീതിയിലാണ് സാറ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുട്ടിയെ എൻ്റെ ക്ലാസ്സിൽ കിട്ടിയതിൽ എനിക്ക് ഒരിക്കലും നെഹയെ ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷത്തോടെ ഞാൻ പറയുന്നത്. നെഹയോടും അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അച്ചീവ്മെൻറ്റ്സും ഞങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഷെയർ ചെയ്യാൻ ഞങ്ങളൊക്കെ വിളിക്കുക. വന്ന് അറിയിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് ഫോൺ വിളിച്ചെങ്കിലും നമ്മുടെ ആ ഒരു സ്നേഹബന്ധം എക്കാലം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ സാറിനോട് എനിക്ക് ഒത്തിരി അടുപ്പമുണ്ട്. നെഹയുടെ അമ്മ ആയിട്ട് കോൺടാക്ട് ചെയ്ത് കൂടുതൽ സാറുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത്. സാറ് കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുമ്പോഴും അതുപോലെ എല്ലാ തവണയും സാറ് കാണുകയും സംസാരിക്കുകയെല്ലാം ചെയ്ത് സാറിനോട് ഭയങ്കര ഒരു അടുപ്പമുണ്ട്. ഏതായാലും ഞങ്ങളുടെ ബ്രില്യൻറ്റിനെ സ്നേഹിച്ച ഞങ്ങളോടൊപ്പം നിന്ന ഈ ഒരു ഫാമിലിയോട് ഒത്തിരി നന്ദിയും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു നിമിഷം. താങ്ക് യു സർ.
അപ്പോൾ നമ്മളെല്ലാവരും ഷെയർ ചെയ്ത പോലെ തന്നെ ഒരു കൂട്ടായ പരിശ്രമമാണ് നമ്മുടെ നേഹേനെ ആളുടെ ഡ്രീം ആ ഒരു ക്യാമ്പസിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ ബിജു ജെയിംസ് സാറിനും ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ചോദിച്ച് നോക്കാം. ഓക്കെ സർ. ഞാനിപ്പം സ്നേഹയുടെ ഫാദർ പറഞ്ഞ ബ്രില്യൻറ്റിൽ വരുമ്പോൾ ഞാൻ കാണാറുണ്ട്. ജോബി സാറിൻ്റെ അടുത്ത് വന്ന് മണിക്കൂറുകളോളം വന്ന് ഇരുന്ന് സംസാരിക്കുന്നു. അപ്പം ഏതായാലും സ്നേഹ ആഗ്രഹിച്ച ആ ഒരു സ്ഥാപനത്തിൽ തന്നെ പഠിക്കാനുള്ള അവസരം കിട്ടി. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. അപ്പം അതോടൊപ്പം നമുക്ക് എനിക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് MBBS ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന സ്ഥാപനം തന്നെയാണ് CMC വെല്ലൂർ. ആ CMC വെല്ലൂർ തന്നെ സ്നേഹയ്ക്ക് പഠിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്കുള്ള സന്തോഷമുണ്ട്. ഇനിയുള്ള തുടർന്നുള്ള ആ പഠനത്തിനും ഞങ്ങളുടെ എല്ലാവരുടെയും ആ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും സ്നേഹയോടൊപ്പം ഉണ്ടാവും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നേഹ ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് അത്രയും കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ട് നമ്മളെല്ലാവരും. അപ്പോൾ ഇനിയുള്ള ജേർണിയിലും നേഹ നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഓരോ വിശേഷങ്ങളും പറഞ്ഞ പോലെ തന്നെ ക്ലാസ് ടീച്ചറിനെയും നമ്മളെല്ലാവരെയും വിളിച്ചറിയിക്കുക. അതുപോലെ ഇനി ഫ്യൂച്ചർ ആ ഒരു കോളേജ് ലൈഫ് എന്ന് പറയുന്നത് നല്ല ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.